ഈ പ്രപഞ്ചം ഒരു മഹാത്ഭുതമാണ്. നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫ്രീക്വൻസികളും വൈബ്രേഷനുകളും ചേർന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സത്യം അതാണ്. ശാസ്ത്രവും ആത്മീയതയും ഒരുപോലെ അംഗീകരിക്കുന്ന ഈ പ്രപഞ്ച സത്യം നമ്മുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും ചിന്തകളെയും വികാരങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ വിജയവും പരാജയവും എല്ലാം ഈ പറഞ്ഞ ഫ്രീക്വൻസികളും വൈബ്രേഷനുകളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പരിശോധിക്കാം. ഒപ്പം നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിൽപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കാനും താഴ്ന്ന ഫ്രീക്വൻസിയിൽ നിന്നും ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനാൽ വീഡിയോ ആദ്യാവസാനം കാണാനും മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. എന്താണ് ഈ ഫ്രീക്വൻസിയും വൈബ്രേഷനും? നമ്മുടെ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഒരു മണൽത്തരി മുതൽ ഗ്രഹങ്ങൾ വരെ നിരന്തരമായ ചലനത്തിലാണ്. ഓരോന്നിനും അതിൻ്റെതായ ഊർജമുണ്ട്. ആ ഊർജം ഒരു പ്രത്യേക ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നു. ഈ കമ്പനത്തെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആവൃത്തിയെ ഫ്രീക്വൻസി എന്നും വിളിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഈ ശബ്ദം പോലും ഒരുതരം ഫ്രീക്വൻസിയാണ്. നമ്മളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത പ്രകാശവും കൈകൾക്ക് സ്പർശിക്കാൻ കഴിയാത്ത വായുവും പോലും നിരന്തരം കമ്പനം ചെയ്യുന്നുണ്ട്. ഈ വൈബ്രേഷനുകൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ കേൾക്കുന്ന സംഗീതം, അത് ശബ്ദതരംഗങ്ങളായി നമ്മുടെ ചെവിയിലേക്ക് എത്തുകയും മസ്തിഷ്കം അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഓരോ സംഗീതത്തിനും അതിൻ്റെതായ ഫ്രീക്വൻസികളുണ്ട്. ശാന്തമായ സംഗീതം നമ്മളെ സമാധാനിപ്പിക്കുമ്പോൾ ഉന്മേഷം നൽകുന്ന സംഗീതം നമ്മളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്നു. ഇത് കേവലം ഒരു തോന്നലല്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. സംഗീതം നമ്മുടെ മസ്തിഷ്ക തരംഗങ്ങളെയും വികാരങ്ങളെയും നേരിട്ട് സ്വാധീനിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ വൈബ്രേഷൻ. നമ്മുടെ ശരീരം കോടിക്കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്. ഓരോ കോശത്തിനും അതിൻ്റെതായ ഫ്രീക്വൻസിയുണ്ട്. ആരോഗ്യമുള്ള കോശങ്ങൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ കമ്പനം ചെയ്യുമ്പോൾ രോഗബാധിതമായ കോശങ്ങൾക്ക് വ്യത്യസ്തമായ ഫ്രീക്വൻസി ആയിരിക്കും. ഉദാഹരണത്തിന് ശബ്ദ ചികിത്സ, പ്രകാശ ചികിത്സ എന്നിവ ശരീരത്തിലെ ഫ്രീക്വൻസികളെ സന്തുലിതാവസ്ഥയിലാക്കാൻ സഹായിക്കുന്നു. ഈ ചികിത്സകൾ ശരീരത്തിന്റെ സ്വാഭാവികമായ രോഗശാന്തി ശക്തികളെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും പോലും ഫ്രീക്വൻസികളാണ്. സ്നേഹം, സന്തോഷം, കൃതജ്ഞത എന്നിവയെല്ലാം ഉയർന്ന ഫ്രീക്വൻസികളിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ദേഷ്യം, ഭയം, സങ്കടം, കുറ്റബോധം എന്നിവ താഴ്ന്ന ഫ്രീക്വൻസികളിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഉയർന്ന ഫ്രീക്വൻസിയിലായിരിക്കുമ്പോൾ ജീവിതത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ആകർഷണ നിയമത്തിന്റെ ഒരു അടിസ്ഥാന തത്വം കൂടിയാണ്. നമ്മുടെ ഉള്ളിൽ എന്തു വൈബ്രേഷനാണോ ഉള്ളത് അതുപോലെയുള്ള കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. പ്രപഞ്ചത്തിലെ സ്വാധീനങ്ങൾ. പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ചന്ദ്രന്റെ ആകർഷണ ശക്തി സമുദ്രത്തിലെ വേലിയേറ്റങ്ങളെ നിയന്ത്രിക്കുന്നതുപോലെ നമ്മുടെ ശരീരത്തിലെ ജലാംശത്തെയും അത് സ്വാധീനിക്കുന്നുണ്ട്. പണ്ടുകാലം മുതൽക്കേ മനുഷ്യർ ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് ഈ ഫ്രീക്വൻസി ബന്ധത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ടാണ്. ജ്യോതിഷം ഒരു വലിയ പരിധിവരെ ഈ പ്രപഞ്ച ഫ്രീക്വൻസികളെക്കുറിച്ചുള്ള പഠനമാണ്. ഭൂമിക്ക് അതിൻ്റെതായ ഒരു വൈദ്യുതകാന്തിക ഫീൽഡുണ്ട്. ഷൂമാൻ റെസൊണൻസ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഈ റെസൊണൻസ് നമ്മുടെ മസ്തിഷ്ക തരംഗങ്ങളെയും ശാരീരിക പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, അതായത് നഗ്നപാതനായി മണ്ണിൽ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഫ്രീക്വൻസികൾ സന്തുലിതമാകാൻ ഇത് സഹായിക്കുന്നു. ആഹാരവും ഫ്രീക്വൻസിയും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനും അതിൻ്റെതായ ഫ്രീക്വൻസിയുണ്ട്. പഴങ്ങളും പച്ചക്കറികളും പോലുള്ള പ്രകൃതിദത്തമായ ആഹാരങ്ങൾക്ക് ഉയർന്ന ഫ്രീക്വൻസിയാണുള്ളത്. അതേസമയം പാക്കറ്റ് ചെയ്തതും രാസവസ്തുക്കൾ ചേർത്തതുമായ ഭക്ഷണങ്ങൾക്ക് താഴ്ന്ന ഫ്രീക്വൻസിയാണ്. ഉയർന്ന ഫ്രീക്വൻസിയുള്ള ആഹാരം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വൈബ്രേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് ആരോഗ്യകരമായ ഭക്ഷണരീതിക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ ചുറ്റുപാടും വൈബ്രേഷനും. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മൾ ഇടപഴകുന്ന ആളുകൾ, നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, കേൾക്കുന്ന ശബ്ദങ്ങൾ ഇതെല്ലാം നമ്മുടെ വൈബ്രേഷനെ സ്വാധീനിക്കുന്നു. പോസിറ്റീവായ ആൾക്കാരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് നല്ല ഊർജം ലഭിക്കുന്നത് അതുകൊണ്ടാണ്. അതുപോലെ നെഗറ്റീവായ ചുറ്റുപാടുകളിൽ നിന്ന് മാറി നിൽക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് നല്ലതാണ്. നമ്മുടെ വീടിൻ്റെയും ജോലിസ്ഥലത്തിൻ്റെയും ഊർജം പോലും നമ്മുടെ വൈബ്രേഷനെ ബാധിക്കുന്നു.
വാസ്തുശാസ്ത്രം, ഫെങ് ഷൂയി പോലുള്ള പരമ്പരാഗത രീതികൾ ഊർജത്തെ വീടിനുള്ളിൽ സന്തുലിതമാക്കാൻ ലക്ഷ്യമിടുന്നു. വീടുകളിൽ ശുദ്ധമായ വായുവും പ്രകാശവും ഉറപ്പാക്കുന്നത് പോസിറ്റീവ് വൈബ്രേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രപഞ്ചത്തിലെ ഫ്രീക്വൻസികളെയും വൈബ്രേഷനുകളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാളുടെ സ്വന്തം ഫ്രീക്വൻസി എങ്ങനെ തിരിച്ചറിയാം എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇത് ശാസ്ത്രീയമായി അളക്കാവുന്ന ഒരു ഭൗതിക ഫ്രീക്വൻസിയല്ല, മറിച്ച് നമ്മുടെ മാനസികവും വൈകാരികവും ശാരീരികവുമായ അവസ്ഥയുടെ ഒരു ഊർജ്ജസ്വലമായ പ്രതിഫലനമാണ്. ഇനി നിങ്ങളുടെ ഫ്രീക്വൻസി എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. നിങ്ങളുടെ ഫ്രീക്വൻസി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില സൂചനകളും രീതികളും ഇനി പറയുന്നു. 1. നിങ്ങളുടെ വികാരങ്ങളെ നിരീക്ഷിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ എന്തു വികാരങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്? സന്തോഷം, സ്നേഹം, സമാധാനം, കൃതജ്ഞത എന്നിവയാണോ? അതോ ദേഷ്യം, സങ്കടം, ഭയം, നിരാശ, കുറ്റബോധം എന്നിവയാണോ? നിങ്ങൾക്ക് തുടർച്ചയായി സന്തോഷം, സ്നേഹം, സമാധാനം, ഊർജ്ജസ്വലത, പ്രചോദനം എന്നിവ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉയർന്ന ഫ്രീക്വൻസിയിലായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് സങ്കടം, ദേഷ്യം, ഭയം, ക്ഷീണം, നിരാശ, അസൂയ അല്ലെങ്കിൽ നിസ്സഹായത എന്നിവയാണ് പതിവായി അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസി താഴ്ന്ന നിലയിലായിരിക്കാം. 2. നിങ്ങളുടെ ചിന്താരീതികൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? അവ പോസിറ്റീവാണോ നെഗറ്റീവാണോ? ശുഭാപ്തി വിശ്വാസം, ക്രിയാത്മകമായ ചിന്തകൾ, പ്രതീക്ഷ, മറ്റുള്ളവരോടുള്ള അനുകമ്പ എന്നിവ ഉയർന്ന ഫ്രീക്വൻസിയുടെ സൂചനകളാണ്. ആത്മവിശ്വാസമില്ലായ്മ, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുക, നിരന്തരമായ ആശങ്കകൾ, പരാതികൾ, നെഗറ്റീവായ സ്വയം സംഭാഷണങ്ങൾ എന്നിവ താഴ്ന്ന ഫ്രീക്വൻസിയെ സൂചിപ്പിക്കുന്നു. 3. നിങ്ങളുടെ ശാരീരിക അവസ്ഥ വിലയിരുത്തുക. ശരീരം മനസ്സിന്റെ കണ്ണാടിയാണ്. നിങ്ങളുടെ ശരീരത്തിന് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് നല്ല ഊർജം, ശാരീരിക ഉന്മേഷം, നല്ല പ്രതിരോധശേഷി, സുഖകരമായ ഉറക്കം, പൊതുവായ ആരോഗ്യം എന്നിവയുണ്ടെങ്കിൽ അത് ഉയർന്ന ഫ്രീക്വൻസിയുടെ അടയാളമാണ്. പതിവായ ക്ഷീണം, രോഗങ്ങൾ, വേദനകൾ, ഉറക്കമില്ലായ്മ, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവ താഴ്ന്ന ഫ്രീക്വൻസിയുടെ ലക്ഷണങ്ങളായിരിക്കാം. ശരീരം ഊർജം കുറഞ്ഞ അവസ്ഥയിലാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. 4. നിങ്ങളുടെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ സാധാരണയായി ആരൊക്കെയായിട്ടാണ് ഇടപഴകുന്നത്? നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾക്ക് എന്ത് അനുഭവമാണ് നൽകുന്നത്? നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പോസിറ്റീവായ ആൾക്കാരുമായി സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഊർജവും സന്തോഷവും തോന്നിയേക്കാം. നിങ്ങളുടെ ചുറ്റുപാട് മനോഹരവും സമാധാനപരവുമാണെങ്കിൽ അതും നിങ്ങളുടെ ഫ്രീക്വൻസിയെ ഉയർത്തും. നെഗറ്റീവായ ആളുകൾ, കലഹങ്ങൾ നിറഞ്ഞ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ അസുഖകരമായ സാഹചര്യങ്ങൾ എന്നിവ നിങ്ങളുടെ ഫ്രീക്വൻസിയെ താഴ്ത്തിയേക്കാം. 5. നിങ്ങളുടെ പ്രവർത്തികൾ നിരീക്ഷിക്കുക. നിങ്ങൾ ദിവസവും എന്ത് കാര്യങ്ങളിലാണ് സമയം ചെലവഴിക്കുന്നത്? സർഗാത്മകമായ പ്രവർത്തികൾ, മറ്റുള്ളവരെ സഹായിക്കൽ, പ്രകൃതിയുമായി ഇടപെടൽ, പുതിയ കാര്യങ്ങൾ പഠിക്കൽ, വ്യായാമം ചെയ്യൽ എന്നിവയെല്ലാം നിങ്ങളുടെ ഫ്രീക്വൻസിയെ ഉയർത്തുന്ന പ്രവർത്തികളാണ്. അലസത, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയൽ, അമിതമായി TV കാണുകയോ സമൂഹ മാധ്യമങ്ങളിൽ സമയം കളയുകയോ ചെയ്യുക എന്നിവ നിങ്ങളുടെ ഫ്രീക്വൻസിയെ താഴ്ത്തിയേക്കാം. സ്വയം വിലയിരുത്താനുള്ള വഴികൾ. ദിവസവും കുറച്ചു സമയം ധ്യാനിക്കുക. ധ്യാനത്തിലൂടെ നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളെയും വികാരങ്ങളെയും കൂടുതൽ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കും. ജേണലിംഗ്. നിങ്ങളുടെ വികാരങ്ങളും ചിന്തകളും ഒരു ഡയറിയിൽ എഴുതുന്നത് നിങ്ങളുടെ ഊർജ്ജ നിലയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക. ഓരോ നിമിഷത്തെയും പൂർണ്ണമായി ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എന്ത് തോന്നുന്നു എന്ന് തിരിച്ചറിയുക. ആളുകളുമായി ഇടപഴകുക. ചില ആളുകളുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഊർജം ചോർന്നു പോകുന്നതായി തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലരായി തോന്നുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രീക്വൻസി ഒരു സ്ഥിരമായ ഒന്നല്ല, അത് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും. ഈ സ്വയം നിരീക്ഷണത്തിലൂടെ നിങ്ങളുടെ ഫ്രീക്വൻസി നിലവിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതിനെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള മാർഗങ്ങൾ കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും. ഈ പ്രപഞ്ച ഫ്രീക്വൻസികളെ എങ്ങനെ നമുക്ക് അനുകൂലമാക്കാം? ശ്രദ്ധാപൂർവമായ ചിന്തകൾ. നമ്മുടെ ചിന്തകൾക്ക് വലിയ ശക്തിയുണ്ട്. പോസിറ്റീവായ ചിന്തകൾ ചിന്തിക്കുകയും നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയുകയും മാറ്റിയെടുക്കുകയും ചെയ്യുക. ആരോഗ്യകരമായ ഭക്ഷണം. ഉയർന്ന വൈബ്രേഷനുള്ള പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ശാരീരിക വ്യായാമം. വ്യായാമം ശരീരത്തിലെ ഊർജത്തെ ചലിപ്പിക്കാനും വൈബ്രേഷൻ വർദ്ധിപ്പിക്കാനും സഹായിക്കും. ധ്യാനം. ധ്യാനം മസ്തിഷ്ക തരംഗങ്ങളെ ശാന്തമാക്കുകയും ഉയർന്ന ഫ്രീക്വൻസികളിലേക്ക് മാറാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് മനസ്സിനെ ശുദ്ധീകരിക്കുകയും ആന്തരിക സമാധാനം നൽകുകയും ചെയ്യുന്നു. പ്രകൃതിയുമായി ഇഴചേരുക. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത്
പ്രത്യേകിച്ചും മരങ്ങളോടും വെള്ളത്തോടും ചേർന്ന് നമ്മുടെ വൈബ്രേഷനെ സന്തുലിതമാക്കും. സംഗീതം. മനസ്സിനെ ഉദ്വേഗിപ്പിക്കുന്ന സംഗീതം കേൾക്കുക. മതപരമായ വിശ്വാസങ്ങൾ ഉള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട പാട്ടുകളും മറ്റും ചില പ്രത്യേക ഫ്രീക്വൻസികളിൽ വൈബ്രേറ്റ് ചെയ്യുകയും മനസ്സിന് ശാന്തി നൽകുകയും ചെയ്യുന്നു. കൃതജ്ഞത. ഓരോ നിമിഷവും നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നത് നമ്മുടെ വൈബ്രേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രപഞ്ചത്തിലെ സകലതും ഫ്രീക്വൻസികളും വൈബ്രേഷനുകളും ആണെന്ന ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു താക്കോലാണ്. നമ്മൾ ഓരോരുത്തരും ഒരു ചെറിയ പ്രപഞ്ചമാണ്. നമ്മുടെ ഉള്ളിലെ വൈബ്രേഷൻ പ്രപഞ്ചത്തിന്റെ വലിയ ഓർക്കസ്ട്രയിലെ ഒരു നോട്ട് പോലെയാണ്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മൾ ഏത് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഉയർന്ന ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷവും സമാധാനവും സ്നേഹവും ആകർഷിക്കുന്നു. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഉൾക്കാഴ്ചകൾ നൽകുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.